ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാന്റെ ജന്മദിനമായി ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ആഘോഷിക്കുന്നു. വിനായക ചതുർത്ഥി അഥവാ ഗണേശ ചതുർത്ഥി എന്നറിയപ്പെടുന്ന ഈ ദിവസം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വിഘ്നേശ്വരനായ ഗണപതിയെ ഭജിച്ച് വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും ഇഷ്ടകാര്യസിദ്ധി കൈവരികയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2025 ചിങ്ങം 11 അതായത് ഓഗസ്റ്റ് 27 ഈ പുണ്യദിനം വരുന്നത്. ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നതിന് പിന്നിലെ ഒരു വിശ്വാസം ഇതാണ്. ഹിന്ദു പുരാണ പ്രകാരം ആനയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമാണ് ഗണപതിക്കുള്ളത്. ശിവഭഗവാന്റെ അഭാവത്തിൽ പാർവതീദേവി കുളിക്കുമ്പോൾ തൻ്റെ കാവലിനായി പാർവതീദേവി ചന്ദനം ഉപയോഗിച്ച് ഗണേശനെ സൃഷ്ടിച്ചുവെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. തുടർന്ന് കുളിക്കുകയായിരുന്ന പാർവതിയെ കാണാൻ ശിവഭഗവാൻ എത്തുകയും കാവലിന് നിന്ന് ഗണപതി ശിവഭഗവാനെ തടയുകയും ചെയ്തു. ഇത് ശിവഭഗവാനെ പ്രകോപിതനാക്കി. ഇരുവരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിൽ ശിവൻ ഗണപതിയുടെ തല വെട്ടിയെടുത്തു. ഇത് കണ്ട് കോപാകുലയായ പാർവതീദേവി കാളിയായി മാറി പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിന് പരിഹാരമായി ശിവൻ ആനയുടെ തല കുട്ടിയുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് ഗണേശന് പുനർജന്മം നൽകി. ഇത് കണ്ട പാർവതീദേവി തൻ്റെ കോപമടക്കുകയും തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്നു മുതലാണ് എല്ലാ വർഷവും ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത്. വിനായക ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സർവ്വവിഘ്ന നിവാരണവും ഐശ്വര്യപ്രദവുമാണ് വിനായക ചതുർത്ഥി വ്രതം. വിഘ്നങ്ങൾ അകറ്റുവാനും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നേടുവാനും ഗണേശ ചതുർത്ഥി നാളിൽ വ്രതമനുഷ്ഠിച്ച് ഭഗവാന് ചെമ്പരത്തിപ്പൂവ്, കറുകമാല, ചുവന്നപ്പട്ട് തുടങ്ങിയവ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. തലേ ദിവസം ഒരിക്കലെടുത്താണ് വ്രതം ആരംഭിക്കുക. ഈ ദിവസങ്ങളിൽ എണ്ണ തേച്ചുള്ള കുളി, പകലുറക്കം എന്നിവ ഒഴിവാക്കണം. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ 108 തവണ ജപിക്കുക. കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ജപിക്കാൻ ശ്രമിക്കണം. രാവിലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മുക്കുറ്റി പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. കറുകമാലയ്ക്കൊപ്പം പഴമാലയും വഴിപാടായി സമർപ്പിക്കാം. മോദകം, ഉണ്ണിയപ്പം, അട തുടങ്ങിയവയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ. ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ചതുർത്ഥി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുള്ള ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കാം. വീടുകളിൽ മോദകം, കൊഴുക്കട്ട എന്നിവ ഗണപതിയെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നതും വളരെ നല്ലതാണ്. സന്ധ്യയ്ക്ക് വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി ഗൃഹത്തിൽ മടങ്ങിയെത്തി ഗണപതി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. 12 മന്ത്രങ്ങളടങ്ങിയ ഗണേശ ദ്വാദശ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ചതുർത്ഥി ദിനത്തിൽ ഈ മന്ത്രം ജപിച്ച് ഗണേശനെ സ്തുതിച്ചാൽ സർവാഭീഷ്ട സിദ്ധി ഫലമാകും. വിനായക ചതുർത്ഥി നാളിൽ ചന്ദ്രനെ നോക്കരുതെന്നാണ് വിശ്വസിക്കുന്നത്. ചന്ദ്രനെ നോക്കിയാൽ അപവാദം കേൾക്കാനിട വരും. ഇതിന് പിന്നിൽ പറയപ്പെടുന്ന കാരണം ഇതാണ്. അതിസുന്ദരമായി നൃത്തം ചെയ്യുന്ന ദേവനാണ് ഗണപതി ഭഗവാൻ. ഒരിക്കൽ ഗണപതിയുടെ നൃത്തം കാണാൻ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിക്കും ആഗ്രഹമുണ്ടായി. ഗണപതി നൃത്തം ചെയ്തു. അതിൽ സംപ്രീതരായ മാതാപിതാക്കൾ ഗജാനന് ഏറ്റവും പ്രിയപ്പെട്ട മോദകമുണ്ടാക്കി കൊടുത്തു. വയറു നിറയെ മോദകം കഴിച്ച് സന്തുഷ്ടനായി തീർന്ന ഗണപതി ത്രിസന്ധ്യാസമയത്ത് തൻ്റെ വാഹനമായ മൂഷികനിൽ കയറി വസതിയിലേക്ക് മടങ്ങി. ഗണപതിയുടെ ഭാരം വഹിച്ചു മുന്നോട്ടു നീങ്ങിയ മൂഷികൻ ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെടുകയും ഇതിനിടയിൽ ഗണപതി തൻ്റെ വാഹനത്തിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. വീഴ്ചയുടെ ആഘാതത്തിൽ പെട്ടെന്ന് തൻ്റെ ഭാരിച്ച വയറിൽ നിന്നും കഴിച്ച മോദകം മുഴുവൻ പുറത്തു ചാടി. ഇത് കണ്ട് വിഷമത്തോടെ ഗണപതി ഇതാരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി മോദകയുണ്ടകൾ തിരിച്ച് വയറിലേക്കാക്കി. എന്നാൽ ഇതെല്ലാം കണ്ട് ആകാശത്ത് നിന്ന ചന്ദ്രദേവൻ ഗണപതിയെ നോക്കി പൊട്ടിച്ചിരിച്ചു. പരിഹാസ ചിരി കേട്ട് കലി കയറിയ ഗണപതി ഭഗവാൻ ഈ ദിവസം നിന്നെ കാണുന്ന ആളുകൾക്ക് അപവാദം കേൾക്കാനിട വരട്ടെ എന്ന് ശപിച്ചു.
തൻ്റെ തെറ്റ് മനസ്സിലാക്കി ശാപത്തിൽ നിന്നും കരകയറ്റണേ എന്ന് ചന്ദ്രൻ അപേക്ഷിച്ചു. ഇതിൽ മനസ്സലിഞ്ഞ ഗണപതി ശാപം വീണ്ടെടുക്കാനാവില്ലെന്നും എങ്കിലും അതിൻ്റെ ആഘാതം കുറച്ച് അഹങ്കാരം സ്വന്തം വീഴ്ചയിലേക്ക് നയിക്കുമെന്നും ഓർമ്മിപ്പിക്കാൻ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ആരും ചന്ദ്രനെ നോക്കരുതെന്ന് മാത്രം പറഞ്ഞു. അതിനാലാണ് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ലെന്ന് പറയുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി പ്രത്യേക പൂജകളും ആചാരങ്ങളും അനുഷ്ഠിക്കാറുണ്ട്. വിനായക ചതുർത്ഥി നാളിൽ മണ്ണിലോ മറ്റ് പ്രകൃതിദത്ത വസ്തുക്കളിലോ ഉണ്ടാക്കിയ ഗണപതി വിഗ്രഹങ്ങൾ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തുന്നു. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളായ താമര, കറുക എന്നിവ പൂജയ്ക്കായി ഉപയോഗിക്കുന്നു. മോദകം, അപ്പം തുടങ്ങിയവ നിവേദിക്കണം. വൈകുന്നേരമോ അല്ലെങ്കിൽ 3, 5, 7, 9 ദിവസങ്ങൾക്ക് ശേഷമോ ഈ വിഗ്രഹങ്ങൾ പുഴയിലോ കായലുകളിലോ സമുദ്രത്തിലോ നിമജ്ജനം ചെയ്യുന്നു. ഇത് ഭഗവാൻ ഭൂമിയിലെ തൻ്റെ രൂപം ഉപേക്ഷിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. ഈ ആചാരത്തിനു പിന്നിൽ പല കഥകളാണ് പ്രചരിക്കുന്നത്. ഇതിൽ ഒന്ന്, പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ചു പൂജിച്ചു. അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. നിഗ്രഹത്തിനു മുൻപ് അസുരന്മാർ തങ്ങൾ ഇനി മനുഷ്യന്മാരിൽ അവർ അറിയാതെ ജീവിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചുവെന്നും അതിന് ഗണേശ ഭഗവാൻ അനുവദിച്ചുവെന്നും എന്നാൽ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ തന്നെ മണ്ണിലുണ്ടാക്കി പൂജ ചെയ്യുന്നവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണമെന്നും ഒരു നിബന്ധന വച്ചു. അതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ചു പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി ഐശ്വര്യം സിദ്ധിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മറ്റൊരു വിശ്വാസപ്രകാരം മഹർഷി വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 10 ദിവസം നിർത്താതെ എഴുത്തു തുടർന്നു. ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്ക് പടർന്നു. അത് വൃത്തിയാക്കാനായി 10ാം ദിവസം ഭഗവാൻ സരസ്വതി നദിയിൽ കുളിച്ചു. ഈ ദിവസം അനന്ത ചതുർദശിയായിരുന്നു. ഈ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠയും നിമജ്ജനവും നടത്തുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. വിനായകൻ, ഗണേശൻ, പിള്ളയാർ, ഏകദന്തൻ, ലംബോദരൻ തുടങ്ങി 108ഓളം പേരുകളിൽ ഭഗവാൻ അറിയപ്പെടുന്നു. ഈ പേരുകൾ ഭക്തിയോടെ ജപിക്കുന്നത് വളരെ പുണ്യകരമാണ്. ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാൻ ഭക്തരുടെ ദുരിതങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും എന്നും കാത്തുരക്ഷിക്കും.